ടേബിൾ നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി സീറോന് കറസ്പോണ്ടിങ് ആയിട്ട് സീറോ എന്നായിട്ട് നിങ്ങൾക്ക് വാങ്ങിയ ടേബിളിൽ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ PDF തന്ന ടേബിളിൽ സീറോന് കറസ്പോണ്ടിങ് ആയിട്ട് 0.5000 എന്നായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ടേബിളിൽ ഇപ്പം നമുക്കൊരു 0.1 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, 0.12 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നിരിക്കുക. അപ്പോൾ 0.12 എന്ന് പറഞ്ഞാൽ ഈ ടേബിളിൽ വാല്യൂ എത്ര വരുന്നത് 0.0478. അതായത് നിങ്ങൾ എക്സാമിന് വെക്കുന്ന ടേബിളിൽ നിങ്ങൾക്ക് വേണ്ടത് 0.12 ആണെന്നിരിക്കട്ടെ. 0.12 ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ 0.12 ഡയറക്റ്റ് വന്നിട്ടുണ്ട്. 0.12 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വരുന്നത് 0.0478 ആണ്. അപ്പം നിങ്ങളുടെ PDF ശരിക്കുള്ള അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 0.0478 കൂടെ ഒരു 0.5 കൂടെ ആഡ് ചെയ്യുക. 0.12 അല്ലേ പറഞ്ഞത്, 0.0478 ഒരു മിനിറ്റ് 0.0478 കൂടെ ഒരു 0.5 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്താ വരുന്നത് 0.5478. അപ്പോൾ അതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് 0.12 വാല്യൂ എന്ന് പറയുന്നത് 0.5478 ആയിരിക്കും. നിങ്ങളുടെ ടേബിൾ നോക്കി അതന്നെയാണോ നോക്കി, 0.12 വാല്യൂ 0.5478 ആണോ നോക്കി. 0.12 ഇവിടെ നോക്കി, 0.1 ഇവിടെ വരും, 0.2 എന്ന് പറയുന്നത് ഇവിടെ വരും. അപ്പോൾ 0.5478 ഇവിടെ 4 റൗണ്ടിനാണ് വരിക, 4 ഡെസിമലിനാണ് റൗണ്ട് ചെയ്ത് വരിക. അപ്പോൾ ഇവിടെ വരുന്നത് 776 ആണ്, അത് കുഴപ്പമില്ല. 0.5478 ഒരു 4 ഡിജിറ്റിന് റൗണ്ട് ചെയ്തിട്ടുള്ള ആൻസറാണ് അവിടെ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ടേബിളിലുള്ള വാല്യൂവിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുക, പോസിറ്റീവ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ തന്ന ടേബിളിൻ്റെ കൂടെ ഒരു 0.5 ആഡ് ചെയ്തിട്ടുള്ള വാല്യൂസ് എടുക്കുക. ഇതല്ലത് ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഓക്കെ, ഈ തന്ന ടേബിളിൻ്റെ കൂടെ ഒരു 0.5 ആഡ് ചെയ്തോളുക. ഏതാണോ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ അതിൻ്റെ ആൻസർ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ടൊരു 0.5 ആഡ് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ PDF തന്ന ടേബിളിലുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് നെഗറ്റീവാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ -1.2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ 1.2ന് നേരെയുള്ള ആൻസർ എന്താ 0.3840 അല്ലേ. അപ്പോൾ -1.2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.5 നിന്ന് ഈ 0.3849 എന്തോ ആണ് ആ 49 എന്ന് പറയുന്നത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുകയാണ് ചെയ്യുക. പോസിറ്റീവ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വാല്യൂവിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുക. നെഗറ്റീവാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 0.5 നിന്ന് ഈ വാല്യൂ കുറയ്ക്കുക, 0.3849 കുറയ്ക്കുക. ആ വാല്യൂ ആയിരിക്കും നിങ്ങളുടെ നെഗറ്റീവ് ടേബിൾസ് ആയിട്ട് നിങ്ങൾക്ക് ആ PDF തന്നത്. പോസിറ്റീവ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 0.5 ആഡ് ചെയ്യുക, നെഗറ്റീവാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ 0.5 നിന്ന് ഈ തന്ന വാല്യൂസ് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വാല്യൂ കിട്ടും. അങ്ങനെയാണ് 2 ടേബിളും തമ്മിലുള്ള റിലേഷൻ കേട്ടോ. 0.5 ആഡ് ചെയ്യുക, പോസിറ്റീവാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ 0.5 നിന്ന് ഈ തന്ന വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ.